സിനിമകളിൽ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. വെടിവെപ്പുകൾ നടക്കുമ്പോഴും കാറിനുള്ളിലെ ആളുകൾ സുരക്ഷിതരായി രക്ഷപ്പെടുന്നത്. കാറിന്റെ ഗ്ലാസിലേക്ക് നിരവധി വെടിയുണ്ടകൾ പതിച്ചാലും അത് പൊട്ടാതെ ആളുകളെ സംരക്ഷിക്കുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തും. പക്ഷേ ഇത് വെറും സിനിമാ മായാജാലം മാത്രമല്ല. ഇതിന് പിന്നിൽ വളരെ ശക്തവും ശാസ്ത്രീയവുമായ ഒരു സാങ്കേതിക വിദ്യയുണ്ട്. അതാണ് ബുള്ളറ്റ് പ്രൂഫ് കാർ ഗ്ലാസ്. ബുള്ളറ്റ് പ്രൂഫ് എന്ന പേര് കേൾക്കുമ്പോൾ ഏത് തരത്തിലുള്ള ബുള്ളറ്റും ഇത് തടയും എന്ന് പലർക്കും തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ അത് ശരിയല്ല. ഇത് ബുള്ളറ്റ് റെസിസ്റ്റന്റ് ഗ്ലാസ് എന്നാണ് കൂടുതൽ ശരിയായി വിളിക്കേണ്ടത്. അതായത് ഇത് ചില പ്രത്യേക തരത്തിലുള്ള വെടിയുണ്ടകളെ മാത്രം തടയാൻ കഴിയും. ഗ്ലാസിന്റെ ഗുണമേന്മയും നിർമ്മാണ നിലവാരവും അനുസരിച്ച് അത് എത്രത്തോളം സുരക്ഷ നൽകും എന്ന് നിശ്ചയിക്കപ്പെടുന്നു. ഇപ്പോൾ നോക്കാം, ഈ ഗ്ലാസ് എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു. സാധാരണ ഗ്ലാസ് പോലെ ഒറ്റ പാളിയല്ല ഇത്. പകരം പല പാളികളായി ചേർത്താണ് ഇത് നിർമ്മിക്കുന്നത്. ഈ പാളികളിൽ പ്രധാനമായും രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് ഗ്ലാസ് പാളികൾ. രണ്ട് പോളികാർബണേറ്റ് എന്ന പ്രത്യേക പ്ലാസ്റ്റിക് പാളികൾ. ഈ പാളികൾ എല്ലാം ഒന്നിച്ചുകൂടി ഒരു ശക്തമായ സംരക്ഷണ കവചമായി മാറുന്നു. ഇനി ഒരു ബുള്ളറ്റ് ഈ ഗ്ലാസിൽ തട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആദ്യമായി പുറത്തെ ഗ്ലാസ് പാളി ബുള്ളറ്റിന്റെ വേഗത കുറയ്ക്കാൻ സഹായിക്കും. അതിനുശേഷം അകത്തെ പോളികാർബണേറ്റ് പാളി ആ ബുള്ളറ്റിന്റെ ശക്തിയും ഊർജവും ആഗിരണം ചെയ്യും. ഇങ്ങനെ ഓരോ പാളിയും സ്വന്തം പങ്ക് നിർവഹിച്ച് ബുള്ളറ്റിനെ തടഞ്ഞു നിർത്തും. അതുകൊണ്ടാണ് ഗ്ലാസ് പൊട്ടുന്നതുപോലെ തോന്നിയാലും അത് പൂർണ്ണമായും തകർന്നു പോകാത്തത്. ഗ്ലാസിൽ ക്രാക്സ് ഉണ്ടാകും, പക്ഷേ അത് ഒരുമിച്ചു പിടിച്ചു നിൽക്കും. ഇത് തന്നെ അകത്തുള്ള ആളുകളെ സുരക്ഷിതരാക്കുന്ന പ്രധാന കാരണമാണ്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ഈ ഗ്ലാസ് ഷോക്ക് അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് വെടിയുണ്ടയുടെ ആഘാതം നേരിട്ട് അകത്തേക്ക് കടക്കാതെ പാളികളിൽ തന്നെ ചിതറിപ്പോകുന്നു. ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? ബുള്ളറ്റ് പ്രൂഫ് കാർ ഗ്ലാസ് ഒരു സാധാരണ ഗ്ലാസ് അല്ല. അതിന്റെ ഓരോ പാളിയും ഒരു ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നു. അത് അകത്തുള്ള മനുഷ്യരുടെ ജീവൻ സംരക്ഷിക്കുക എന്നതാണ്. അതിനാൽ ഈ സാങ്കേതിക വിദ്യയെക്കുറിച്ച് അറിയുന്നത് മാത്രം